വൈശാഖിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് മമ്മൂട്ടി നായകനെ എത്തുന്ന മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ രചിച്ച് വരാനിരിക്കുന്ന സിനിമയാണല്ലോ ടർബോ. അടുത്ത വ്യാഴാഴ്ച മെയ് 23 തിയേറ്ററുകളിലേക്ക് എത്തുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ ഏറ്റവും പുതിയ കഴിഞ്ഞ 24 മണിക്കൂറിലെ വാർത്തകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇന്നലെ സിനിമയുടെ കേരള പ്രൊമോഷന്റെ ഭാഗമായിട്ട് രാത്രി മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനലിലൂടെ ചിത്രത്തിന്റെ അഭിമുഖം പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ന് കൊച്ചിയിൽ വെച്ച് സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ പ്രസ് മീറ്റ് നടന്നിരിക്കുകയാണ്. പ്രസ് മീറ്റിൽ മമ്മൂക്ക ഉൾപ്പെടെയുള്ള സിനിമയുടെ അണിയറ പ്രവർത്തകരെല്ലാം തന്നെ സന്നിഹിതരായിരുന്നു. മമ്മൂട്ടി കമ്പനിയുടെ കഴിഞ്ഞ 4 സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചെലവേറിയ സിനിമയാണ് ടർബോ എന്നുകൂടി മമ്മൂക്കയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നു. ഏകദേശം 120 ദിവസത്തെ ഷൂട്ടിംഗ് ഡേയ്സ് ആയിരുന്നു ടർബോ എന്ന സിനിമയ്ക്ക് ഉണ്ടായത്. അതിൽ 70% ഷൂട്ടിംഗ് ഡേയ്സും എടുത്തത് സിനിമയിലെ ആക്ഷൻ രംഗങ്ങൾ ചെയ്യാനായിട്ട്, ഫൈറ്റ് രംഗങ്ങൾ ചെയ്യാനായിട്ടാണ് എന്ന് കൂടിയാണ് ഇക്ക പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാകുന്നത് സിനിമ ഒരു കംപ്ലീറ്റ് ആക്ഷൻ പടം എന്ന് തന്നെയാണ്. പിന്നെ ദുബായിലായിരുന്നു സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾക്ക് തുടക്കം കുറിച്ചതെങ്കിൽ ഇന്ന് കൊച്ചിയിലാണ് സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾ നടക്കുന്നത്. നാളെ ഖത്തറിൽ മെയ് 17 സിനിമയുടെ അടുത്ത പ്രൊമോഷൻ ഘട്ടത്തിലേക്ക് സിനിമയുടെ അണിയറ പ്രവർത്തകർ കടക്കുകയാണ്. ഇതിനിടയിൽ സിനിമയുടെ കർണാടക ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോഴത്തെ രാജ് ബി ഷെട്ടി സിനിമയിൽ അഭിനയിക്കുന്ന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അദ്ദേഹം സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ട്. സിനിമയുടെ അടുത്തൊരു പ്രൊമോഷണൽ കണ്ടന്റ് ആയിട്ട് പുറത്തു വരാനായിട്ടിരിക്കുന്നത് അർജുൻ അശോകൻ ആലപിച്ച ഒരു ഗാനത്തിന്റെ പ്രൊമോ വീഡിയോ ആയിരിക്കും. അത് ഉടനെ തന്നെ പുറത്തു വരുമെന്നാണ് അർജുൻ അശോകൻ അറിയിച്ചിരിക്കുന്നത്. ഇനി സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ വിദേശ രാജ്യങ്ങളിലെ പലയിടങ്ങളിലെ സിനിമയുടെ ബുക്കിംഗ് ആരംഭിക്കപ്പെട്ടിരുന്നല്ലോ. UAE കഴിഞ്ഞ ദിവസം സിനിമയുടെ ബുക്കിംഗ് ആരംഭിച്ചിരുന്നു. ഇപ്പോഴത്തെ 1000-ൽ പരം ടിക്കറ്റുകൾ അവിടെ സിനിമയ്ക്കായിട്ട് വിറ്റഴിക്കപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. ഈ വീക്കെൻഡോടെ സിനിമയുടെ കേരള ബുക്കിംഗ് ആരംഭിക്കുമെന്ന് നേരത്തെ ഉറപ്പായതാണ്. ഇപ്പോഴത്തെ കേരളത്തിലെ ചില മേഖലകളിലെ ചില തിയേറ്ററുകളിലെല്ലാം തന്നെ സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. കൂടുതൽ തിയേറ്ററുകളിലെ ഓൺലൈൻ ബുക്കിംഗ് വ്യാപിക്കുക ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിലായിരിക്കും. എന്തായാലും സിനിമയുടെ കേരള പ്രീസെയിൽ, ലോകമെമ്പാടും നിന്നുള്ള പ്രീസെയിൽ തുടങ്ങിയ റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ. കൂടുതൽ മമ്മൂട്ടിയുടെ ടർബോ അപ്ഡേറ്റുകൾ കേട്ട്